ഹലോ, ഇന്നൊരു വർക്കുള്ള ഡേ ആണ്. അപ്പോൾ അതിനുള്ള ഫുഡ് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നൈറ്റ് ഡ്യൂട്ടിയാണ്, അപ്പോൾ അതിനുള്ള പ്രിപ്പറേഷനൊക്കെയാണ്. എനിക്ക് ഈ ജോലി എന്ന് പറഞ്ഞാൽ ഒരു ഓർക്കപ്പുറത്ത് കിട്ടിയൊരു ജോലിയാണ്. എന്ന് വെച്ചാൽ ഞാനിവിടെ ജോർജിയ വന്ന ടൈമിൽ എനിക്ക് ആകെ ഇവിടെ അറിയാവുന്നത് ഫുഡ് ഡെലിവറി മാത്രമാണ് എനിക്കറിയാവുന്നത്. ഞാനിവിടെ വന്നിട്ടൊരു 1.5 വർഷമായിട്ടും ഞാനിവിടെ ഫുഡ് ഡെലിവറി തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ കുറച്ചുള്ള നാളുകളായിട്ട് ഈ ഫുഡ് ഡെലിവറിയിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ഫോറിനേഴ്സിന് ഫുഡ് ഡെലിവറി ചെയ്യാൻ പറ്റില്ല എന്നാണ് ഇവിടുത്തെ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ 1.5 വർഷമായിട്ടും ഞാൻ ഈ ഒരു ഡെലിവറി ജോബ് കൊണ്ടാണ് എൻ്റെ എക്സ്പെൻസ് എല്ലാം എടുത്തുകൊണ്ടിരുന്നത്. ഇത് കേട്ടതിന് ശേഷം പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കൊരു പിടുത്തമില്ലാണ്ടായി. ആദ്യമൊക്കെ ഞാൻ ഈ ജോബിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഈ പോയിക്കൊണ്ടിരിക്കുന്നത് ആ ടൈമിലൊക്കെ എനിക്ക് ഇതിനോട് അത്ര സീരിയസ് ആയിട്ട് ഞാൻ ഫോക്കസ് ചെയ്തിട്ടില്ല. കാരണം ഡെലിവറി ജോബ് ഉണ്ടല്ലോ എന്നുള്ളൊരു വിശ്വാസം അല്ലെങ്കിൽ ഓവർ കോൺഫിഡൻസ് ആയിരുന്നു. പിന്നെ ഇങ്ങനൊരു പ്രശ്നം കേട്ടു തുടങ്ങിയപ്പോഴേ ഞാൻ ഈ ജോബിന് അപ്ലൈ ചെയ്തു. ഞാനിവിടെ ആദ്യമൊക്കെ ഈ ജോലിക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്നെ 1-2 ആഴ്ചക്കുള്ളിലൊക്കെ ഇൻ്റർവ്യൂ കോളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കൊരു ആവശ്യം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടാണ്ടായി. എനിക്കെപ്പോഴും എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സാധനം എൻ്റെ കയ്യിൽ കിട്ടണമെങ്കിൽ എനിക്ക് എൻ്റെ വാല്യൂ അത്രത്തോളം മനസ്സിലാക്കി തന്നതിന് ശേഷമേ എനിക്ക് ഒരു സാധനം കയ്യിൽ തരത്തുള്ളൂ. അതിപ്പോൾ എന്ത് കാര്യമാണെങ്കിലും, എൻ്റെ പഠിത്തമാണെങ്കിലും ഞാനിവിടെ വന്ന സാഹചര്യമാണെങ്കിലും എല്ലാം. അങ്ങനെ ഞാൻ അപ്ലൈ ചെയ്തിട്ട് ഒരു മാസം കഴിഞ്ഞപ്പോഴത്തേക്കിനും അവരെന്നെ ഇൻ്റർവ്യൂവിന് വിളിച്ചു. ആ ടൈമിൽ ഇവിടെ ഡെലിവറി ഓടുന്നത് ഒരു 90% ബാനാക്കിയേക്കുവാണ് ഫോറിനേഴ്സിന്. അപ്പോൾ ആ ടൈമിലാണ് എനിക്ക് ഇത് വരുന്നതും. അങ്ങനെ ഞാൻ പോയി അപ്ലൈ ചെയ്തതിന് ശേഷം ഒരാഴ്ച എനിക്ക് അവിടെ ട്രെയിനിങ് പീരീഡ് ഉണ്ടായിരുന്നു. അങ്ങനെ ട്രെയിനിങ് പീരീഡ് അറ്റൻഡ് ചെയ്തു. ഞാൻ ഇപ്പോൾ അവിടെ കയറിയിട്ട് ഇപ്പോൾ ഒരു 1.5 മാസം ആവുന്നു. അതാണ് ഞാൻ പറഞ്ഞ് എനിക്ക് എന്തൊരു സാധനം എൻ്റെ കയ്യിൽ കിട്ടണമെങ്കിൽ എനിക്ക് അതിൻ്റെ വാല്യൂ മനസ്സിലാക്കി തന്നതിന് ശേഷമേ എന്തൊരു സാധനവും എൻ്റെ കയ്യിലെത്തത്തുള്ളൂ. അങ്ങനെയാണ് എനിക്ക് ഈ ജോലിയും കിട്ടിയത്. അങ്ങനെ ഈ ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഓക്കെ ആയി. കാരണം പിന്നെ അങ്ങനെ ഇതാണ് എൻ്റെ കഥ. എനിക്കിവിടെ ജോലി കിട്ടിയത് എങ്ങനെയാണെന്നുള്ളത്. പിന്നെന്താ, ഇതാണ് ഞാൻ കൊണ്ടുവന്ന ഫുഡ്. പിന്നെ ഞങ്ങളുടെ ജോലി കഴിഞ്ഞുള്ള കലാപരിപാടികളാണ് ഇതൊക്കെ. ഞങ്ങൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് 8 മണി വരെയാണ് ഡ്യൂട്ടി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോകുന്ന സീനാണ് ഈ കാണുന്നത്. അപ്പോൾ ഓക്കെ, ബൈ.